ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴയിലെ കച്ചേരിത്താഴം പാലത്തിന് സൗന്ദര്യവത്കരണം നടത്തുമ്പോഴും തൊട്ടടുത്ത ലതാപാലം അവഗണനയിൽ. കച്ചേരിത്താഴം പാലത്തിന് ലഭിച്ച അതേ സുരക്ഷാ സൗകര്യങ്ങൾ ലതാപാലത്തിന് ലഭിക്കണമെന്ന് ആവശ്യം. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെയും നാലുവരിപ്പാത യാഥാർത്ഥ്യമാക്കുന്നതിന്റെയും ഭാഗമായി കച്ചേരിത്താഴം പാലം മനോഹരമായി സൗന്ദര്യവൽക്കരിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തപ്പോൾ തൊട്ടടുത്തുള്ള ചരിത്രപ്രസിദ്ധമായ ലതാപാലത്തോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധം ശക്തമാകുന്നു. നഗരത്തിന് പുതിയ മുഖച്ഛായ നൽകുന്ന തരത്തിൽ കച്ചേരിത്താഴം പാലത്തിൽ കാൽനട യാത്രക്കാർക്കായി സംരക്ഷണ കൈവരികളും ടൈലുകൾ പാകിയ മനോഹരമായ നടപ്പാതയും ഒരുക്കി സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള ലതാപാലം ഇന്നും യാതൊരുവിധ നവീകരണവും സുരക്ഷാ പരിഗണനയും ലഭിക്കാതെ കിടക്കുകയാണെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ലതാപാലത്തിലെ കാൽനടപ്പാതയിൽ പാകിയിട്ടുള്ള ടൈലുകൾ ഭൂരിഭാഗവും ഇളകിമാറുകയും പൊട്ടിപ്പൊളിയുകയും ചെയ്ത നിലയിലാണ്. ഇത് കാൽനട യാത്രക്കാരെ ഗുരുതരമായ അപകട ഭീഷണിയിലാക്കുന്നതായി പരാതി ഉയരുന്നുണ്ട്. ദിവസേന നൂറുകണക്കിന് ആളുകളും സ്കൂൾ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെ നിരവധി പേരാണ് പാലത്തെ ആശ്രയിക്കുന്നത്. ഇളകിയ ടൈലുകളിൽ കാൽ തെറ്റി റോഡിലേക്ക് വീഴാനോ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് പതിക്കാനോ സാധ്യതയുണ്ടെന്നാണ് യാത്രക്കാരുടെ ആശങ്ക. രാത്രികാലങ്ങളിൽ ആവശ്യമായ വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഇതിനു പുറമെ പാലത്തിന്റെ തൂണുകളിൽ വളർന്നു നിൽക്കുന്ന ആൽ ഉൾപ്പെടെയുള്ള മരങ്ങൾ പാലത്തിന്റെ ബലത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യവുമാണുള്ളത്. ഇവ അടിയന്തരമായി വെട്ടിമാറ്റണമെന്നും പാലം നിർമ്മിച്ച കാലത്ത് സ്ഥാപിച്ച കൈവരികളുടെ ഉയരം ഇന്നത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നഗരമധ്യത്തിലെ പ്രധാന റോഡുകൾ നാലുവരി പാതയാക്കി മാറ്റുകയും കച്ചേരിത്താഴം പാലം ഉൾപ്പെടെയുള്ള മേഖലകൾ ആധുനികവൽക്കരണത്തിൽ നവീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള ലതാപാലത്തിലെ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ പോലും അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഒരു പാലത്തിന് എല്ലാ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കുമ്പോൾ സമീപത്തുള്ള മറ്റൊരു പാലത്തെ പൂർണ്ണമായും അവഗണിക്കുന്നത് നഗരവികസനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. കച്ചേരിത്താഴം പാലത്തിന് ലഭിച്ച അതേ പരിഗണനയും സുരക്ഷാ സൗകര്യങ്ങളും ലതാപാലത്തിനും എപ്പോൾ ലഭിക്കുമെന്ന ചോദ്യത്തിനുള്ള മറുപടി കാത്തിരിക്കുകയാണ് നഗരവാസികളും സ്ഥിരം യാത്രക്കാരും. അപകടം സംഭവിച്ച ശേഷമല്ല, അതിന് മുമ്പ് തന്നെ ആവശ്യമായ അറ്റകുറ്റപ്പണികളും സുരക്ഷാ നവീകരണങ്ങളും നടപ്പാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.